പറ്റുമായിരിക്കും. ഫാമിലി ആയിട്ട് ആരും വരാതിരിക്കുന്ന നല്ല ഒറ്റയ്ക്കൊന്നും കാണാതെ വരാൻ നല്ലത്. നായകന വലിയതാകുന്നില്ല, അടി 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 അടി. ഇതില് ബ്രൂട്ടൽ സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പടം വേറെ ലെവലാണ്. വയലൻസിൻ്റെ അങ്ങേ അറ്റവും. നിങ്ങൾ എക്സ്ട്രീം വയലൻസ് മാത്രമല്ല, മലയാളത്തിൽ ഇതേപോലത്തെ ഒരു പടം കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. കില്ലും അനിമലിൻ്റെ എന്നൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറം പടം മസ്റ്റ് വാച്ചാണ്. ക്രിസ്മസ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് മാരക ഐറ്റമാണ്. ഇങ്ങനെ ഒരു ഐറ്റം മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല. ബ്രൂട്ടൽ സാധനം, കൊടൂര ഐറ്റം സാധനം. അഡ്രിനാലിൻ റഷാണ് ഇവിടെ സാധനം. ഇങ്ങനെ പമ്പായിരിക്കുകയാണ് സാധനം. അഡ്രിനാലിൻ റഷ് ഒരു രക്ഷയില്ല. ഉണ്ണി മുഖത്തിന്റെ ആൽഫ മെയിൽ ഷോ ഒരു രക്ഷയില്ല. മാർക്കോന്റെ താണ്ടവും എന്തായാലും പറഞ്ഞേരെ. ക്രിസ്മസ് വീഡിയോ എന്തായാലും ഇട്ടോ. ക്രിസ്മസ് മാർക്കോ ഉണ്ണി മുഖത്തിന്റെ വരുമ്പോൾ നമ്മുടെ ഒരു വില്ലൻ വരുന്നുണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞ ഒരു തരിപ്പാണ് വന്നത്. കാരണം നമുക്ക് എന്താ ചെയ്യണമെന്ന് പറ്റുന്നില്ല അത് കാണുന്ന. കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള സീനുകൾ ഈ സിനിമയിലുണ്ട്. കാരണം ഞാൻ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ ആ ഒരു ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സീൻസ്. അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ അതിന് കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യുകയായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു സംവിധായകൻ്റെ കയ്യിലാണ്. സംവിധായകൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥയിൽ ഇങ്ങനത്തെ ഒരു കഥയാണ്. കാരണം ഇത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ വെറുതെ കാരണം ഒത്തിരി സിനിമകൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അയ്യോ നായകൻ്റെ ഇതല്ലേ, അപ്പോൾ പിന്നെ അവരെ വെറുതെ വിട്ടേക്കാം, അവരങ്ങ് വെറുതെ വിട്ടേക്കാം. ആ പരിപാടി ഈ സിനിമയ്ക്കകത്തില്ല. നായകനെ വലിയതാകുന്നില്ല, അടി 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 അടി. ഇതിൽ ബ്രൂട്ടൽ സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ബോയ്സ് ആയിരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം അത്ര രീതിയിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള മൊത്തം 7 ഫൈറ്റുകൾ ഉണ്ടല്ലേ. അതെ, അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ളൊരു ഫൈറ്റാണ്. അതാണ് നമ്മുടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫൈറ്റ് തന്നെയാണ്. കാരണം സിനിമ തുടങ്ങി കുറച്ചൊരു ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനത്തെ രീതിയിലാണ് പോയത്. കുറേ ഇടത്തൊക്കെ മലയാളം ഡയലോഗ്സ് കുറച്ച് സംഭാഷണങ്ങൾ കുറേ കൂടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. കാരണം അവർ ഡയലോഗ് ഡെലിവറി ചില കാര്യങ്ങൾ, കാരണം ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് ചെറിയ ഇതിലൂടെ. അപ്പം അത് നമുക്ക് ഒരു പ്രേക്ഷകരിൽ എത്തണം. ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റിലാണ് നമുക്കൊരു അഡ്രിനാലിൻ റഷ് കിട്ടുന്നത്. നമുക്കൊക്കെ സിറ്റ് എന്നൊക്കെ നമുക്കിങ്ങനെ ചില സിനിമകളും കാണുമ്പോഴല്ലേ നമ്മളിങ്ങനെ വന്ന് കയറിയിട്ട് ആ ഒരു സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റിന് തൊട്ട് മുമ്പായിട്ട്. പിന്നെ അതിനുശേഷം കുറച്ചൊരു അവരുടെ ഫാമിലി സ്റ്റോറി ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ട് പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നമുക്ക് തോന്നുന്നത് മാർക്കോയും ഒരു മണ്ടൻ ഫാമിലിയുമാണോ ഇതിൻ്റെ ടൈറ്റിൽ ഇടേണ്ടത് എന്ന് പോലും തോന്നിപ്പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം അവർക്ക് വേണമെങ്കിൽ എടുക്കാം. അതല്ല ഞാൻ പറഞ്ഞത്, നായകൻ്റെ ഫാമിലിയോട് വിടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാത്തിനും ഇട്ടിട്ട് ആ രീതിയിലാണ് ഈ സിനിമയുടെ ഇത് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇത് തന്നെയാണ് പോകുന്നത്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ്റെ ആ പുള്ളിക്കാരൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതൊക്കെയാണ് കുറേ കൂടെയൊക്കെ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ മാർക്കോയുടെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഇതിൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കുറച്ച് സംഭാഷണങ്ങൾ എനിക്ക് എന്തോ ആ ഒരു കിട്ടിയില്ല. എനിക്കൊരു ഉദാഹരണത്തിന് ഇപ്പോൾ KGF പോലുള്ള ഒരു ഡബ്ഡ് സിനിമയിൽ പോലും നമുക്ക് ആ ഒരു മലയാളത്തിലെ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഒരു രോമാഞ്ചം കിട്ടുന്നു. ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ എനിക്ക് വന്നില്ല. പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും വരുമെന്ന് അറിയില്ല. പക്ഷേ എന്നാലും സിനിമയിൽ കുറച്ചൊക്കെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി അതൊക്കെയാണ്. പക്ഷേ അത് പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ഷൻ വയലൻസ് 3 വയലൻസിൽ തീരുമില്ല. ഇത് വയലൻസ് ഇൻറ്റു ഇങ്ങനത്തെ ഈ സംഭവങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കളർ ഗ്രേഡിങ് കൊടുത്തത്, കാരണം നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ കണ്ട് പരിചിതമായി. ഇടയ്ക്കാണെങ്കിൽ കുറച്ച് സോങ്സിൽ മാത്രമേ നമുക്കൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതിനകത്ത് കാരണം ഇടയ്ക്കുള്ള ഒരു കളർ ഗ്രേഡിങ് ഭയങ്കര, അത് നമുക്ക് ബ്ലഡ് ടോൺ എടുത്ത് കറക്റ്റായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു കളർ ഗ്രേഡിങ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ടെക്നിക്കലായിട്ട് പറയാൻ പറ്റത്തില്ല. BGM പൊളിയായിരുന്നു. രവി വാസുദേവൻ തന്നെ നല്ലൊരു രീതിയിൽ, കാരണം ഇതിനു മുമ്പ് അദ്ദേഹം തോന്നുന്നു എനിക്ക് തോന്നുന്നു കബ്സ എന്നൊരു സിനിമയിൽ അദ്ദേഹം ഒത്തിരി നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയത്. പക്ഷേ ഇതിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ പാട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ വൈറലായിരുന്നു പാട്ടുകൾ.
മേക്കിംഗ് ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ മിഖായലൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാർക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം വളരെ രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. മേക്കിംഗ് ക്വാളിറ്റി എല്ലാം വളരെ ഗുഡമാണ്. ഇത് വീണ്ടും ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള സിനിമ എന്നല്ല, വീണ്ടും നമുക്ക് ആ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമുക്ക് പറയാമെന്നുള്ളൊരു ഇതാണ്. പക്ഷേ മറ്റുള്ളവർ ഈ ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഫൈറ്റ് ഒന്നും കണ്ടിട്ടില്ല. ചില സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും നല്ലൊരു കണ്ണടച്ച് പോകും. അങ്ങനത്തെ ഒരു ഫൈറ്റ് സീൻസ് ഒക്കെയാണ് ചിലതിലുള്ളത്. നല്ല ഫുൾ സ്ത്രീകൾക്ക് പറ്റുമായിരിക്കും. സ്ത്രീകൾക്കൊന്നും ഫാമിലിയായിട്ട് ആരും വരാതിരിക്കുന്നത് നല്ല ഒറ്റയ്ക്കൊന്നും കാണാതെ വരാം നല്ലത്. പിന്നെ എടുത്തിരിക്കുന്ന ക്യാമറ ആംഗിള്, ടോണ്, കളറ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം രക്ഷയില്ല. ആക്ടിങ് എല്ലാവരുടെയും കൊള്ളാം. മെയിനായിട്ട് വയലൻസ് രക്ഷ കണ്ടിരിക്കാവുന്ന വയലൻസാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വയലൻസ് ഒരു സിനിമ കാണുന്നത്. കണ്ടിട്ടുണ്ടെങ്കിലും സൂപ്പർ സൂപ്പർ വിഷയം. ബ്രോ പറയാനുണ്ട്? പടം കൊള്ളാം, കിടിലം പടം. വയലൻസ് ആണ്. അതാണ് വയലൻസ്. കില്ലിന് ശേഷം ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള പടം. ഫാമിലി പടമേ അല്ല. അടിപൊളി പടം, അടിപൊളി. ഒന്നും പറയാം. കണ്ടു ഹിന്ദിയിലെ അനിമലാണെങ്കിൽ നമുക്ക് മാർക്കും. ഇവിടെ എങ്ങനെയുണ്ട്? വയലൻസ് ആണ്, വയലൻസ് ആണ്. വയലൻസ് സെറ്റ് വയലൻസ് ആയിരുന്നു. നല്ല രസമുണ്ട്. നമുക്ക് ഒരുമാതിരി ഡിസ്റ്റർബിങ് അമ്മാതിരി നല്ല വയലൻസ് ആയിരുന്നു. നല്ല രസമുണ്ട്.